ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമ്മൾ പോകാൻ പോകുന്നതാണ് ആറ്റങ്ങളെ പറ്റി. എന്താണ് ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക, രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്ന പേരാണ് ആറ്റം. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ജോൺ ഡാൾട്ടൺ. മറക്കരുത്, അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ ചാർജ് ഇല്ല. അപ്പോൾ സുഹൃത്തുക്കൾ ഓർക്കുക, ആറ്റത്തിന് എന്തില്ലടേ? ചാർജ് എന്ന് പറയുന്ന പരിപാടി ആർക്കില്ല? നമ്മുടെ ആറ്റത്തിന് ഇല്ല. ആറ്റത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഓർക്കുക, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഫോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ഒന്നുകൂടെ പറയാം, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് എക്സാം ഹാളിൽ എത്തുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോഡ് രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. PEN-RTC എങ്ങനെ എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കുക. PEN എന്ന് താഴേക്ക് എഴുതുക, അതിന് നേരെയായി RTC എന്നും താഴേക്ക് തന്നെ എഴുതുക. ഈ രൂപത്തിൽ തന്നെ നമ്മൾ ചിത്രത്തിലെ കാണിച്ചിരിക്കുന്ന രൂപത്തിൽ തന്നെ എഴുതുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോട്ടോണിനെ സൂചിപ്പിക്കുന്നു. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിനെ സൂചിപ്പിക്കുന്നു. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ആരാണ്? റുദർഫോർഡ് ആണ്. അതുകൊണ്ട് Pക്ക് നേരെ ആരുണ്ട്? R ഉണ്ട്. അപ്പോ Pയുടെ നേരെ ആരാണ് വരുന്നത്? അത് ആ വ്യക്തിയുടെ പേരാണ്. അപ്പൊ റുദർഫോർഡ്. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാരെന്ന് ചോദിച്ചാൽ ജെ തോംസൺ. ഈയുടെ സ്ഥാനത്ത് നേരെ നോക്കിക്കഴിഞ്ഞാൽ T കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെയാണ് ന്യൂട്രോൺ. എന്നു വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അതും സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ന്യൂക്ലിയസിനെ പറ്റി. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് ആണ്. മറക്കരുത്, ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജ് ആണ്. ആറ്റത്തിലെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ്. ഓർക്കുക, ആറ്റത്തിന്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിലെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസ് ആണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലാണ്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നതാണ് ഇലക്ട്രോണുകളെ പറ്റി. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിലെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ഒരു പദാർത്ഥത്തിലെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം അല്ലെങ്കിൽ കെമിക്കൽ ക്വാളിറ്റി നിർണയിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടെ? അത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് 9.1093 into 10⁻⁻31 ആണ്. അങ്ങനെ തന്നെ പഠിക്കണേ. 9.1093 into 10⁻⁻31 -31. അത് നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ഇതാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയെന്ന് കൂടി സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചേക്കുക. 1.6021 into 10⁻⁻19 കൂളോം. മറക്കരുത്, 1.6021 into 10⁻⁻90 കൂളോംബ്. കൂളോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജിന്റെ യൂണിറ്റ് ആണ് കേട്ടോ, കൂളോംബ്. അതുകൊണ്ടാണ് നമ്മൾ കൂളോംബ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോൺ ചാർജ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് മില്ലിഗൻ ആണ്. ചാർജ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇലക്ട്രോണിന് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് മില്ലിഗൻ ആണ്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നതാണ് പ്രോട്ടോണിനെ പറ്റി. പ്രോട്ടോണിന്റെ ഭാരം പറയുന്നത് 1.6726 into 10⁻⁻27. മൈനസ് ആണ് ഏവന്മാരെല്ലാം. പ്രോട്ടോണിന്റെ ഭാരം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
1.6726 into 10⁻⁻17 കിലോഗ്രാം ആണ്. കിലോഗ്രാമിൽ പറയുന്നത് കൊണ്ടാണ് ഇവന്മാർക്ക് മൈനസ് വാല്യൂ വന്നിരിക്കുന്നത്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണം എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണം എന്ന് വെച്ചാൽ അത് ആരാടെ? നമ്മുടെ പ്രോട്ടോൺ ആണ്. ഇമ്പോർട്ടന്റ്. ആറ്റത്തിന്റെ ID കാർഡ്, ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നും അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിന്റെ ID കാർഡ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഇതും ചോദിച്ചിട്ടുണ്ട്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ന്യൂട്രോണിനെ പറ്റി. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രോൺ ആണ്. മറക്കരുത്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്നറിയപ്പെടുന്നത് ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ ആണ്. സുഹൃത്തുക്കൾ, ഒന്നും കൺഫ്യൂഷൻ ആവണ്ട, വളരെ സാവധാനം പഠിച്ചെടുത്താൽ മതി. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇലക്ട്രോൺ ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടോണിനാണ്. അതുപോലെ ചാർജ് ഇല്ലാത്ത കണം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ന്യൂട്രോൺ ആണ്. ആറ്റത്തിന്റെ ഏറ്റവും ഭാരം കൂടിയ കണം ഏതെന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ ആണ്. ആറ്റത്തിൽ ഏറ്റവും ഭാരമുള്ളവൻ ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രോണിനും. ആറ്റത്തിൽ ഏറ്റവും ഭാരം കുറവുള്ളത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോണുമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആറ്റത്തിൽ ഏറ്റവും ഭാരം കൂടിയ കണം എന്നറിയപ്പെടുന്നത് ന്യൂട്രോണും ആറ്റത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്നറിയപ്പെടുന്നത്, ഭാരമില്ലാത്തവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആരാണ്? നമ്മുടെ ഇലക്ട്രോൺ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. മറക്കരുത്. ന്യൂക്ലിയസിനുള്ളിലെ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ആരെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരില്ലടെ? ന്യൂട്രോൺ ഇല്ല. ഹൈഡ്രജനിൽ ആരില്ല? ന്യൂട്രോൺ ഇല്ല. ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇത്രയും പോയിന്റ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് നമുക്ക് ചെറിയൊരു കോഡിലൂടെ അങ്ങ് പഠിച്ചു കളയാം. കോഡ് ഒരുപാട് തവണ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ. ഇവിടെ പഠിക്കേണ്ടതാണ്. കോഡ് ഇത്രയേ ഉള്ളൂ. പ്രോട്ടീൻ അടിച്ച് പോസിറ്റീവായി നടന്ന ഏണസ്റ്റ് അണ്ണന്റെ ഭാരം 1.67 into 10⁻⁻27. രണ്ടാമത്തെ കോഡാണ് ഇലക്ട്രിക് ഷോക്ക് കിട്ടി നെഗറ്റീവ് അടിച്ചു നടന്ന തോമസ് അണ്ണന്റെ ഭാരം 9.109 into 10⁻⁻31. ഇതിലൊന്നും പെടാതെ ന്യൂട്രലായി നടന്ന ജെയിംസ് അണ്ണന്റെ ഭാരം 1.674 into 10⁻⁻27 കിലോഗ്രാം. പഠിച്ചേ. ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തരാം. പ്രോട്ടീൻ അടിച്ച് പോസിറ്റീവായി നടന്ന ഏണസ്റ്റ് അണ്ണന്റെ ഭാരം 1.67 into 10⁻⁻27. ഇലക്ട്രിക് ഷോക്ക് കിട്ടി നെഗറ്റീവ് അടിച്ചു നടന്ന തോമസ് അണ്ണന്റെ ഭാരം 9.109 into 10⁻⁻31. ഇതിലൊന്നും പെടാതെ ന്യൂട്രലായി നടന്ന ജെയിംസ് അണ്ണന്റെ ഭാരം 1.674 into 10⁻⁻27 കിലോഗ്രാം. ഇത്രയും സുഹൃത്തുക്കൾ എന്താണ്? ഈസി ആയിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് അവന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. പ്രോട്ടീൻ അടിച്ച് നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിക്കുക പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ചാർജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജ്. അതാണ് നമ്മൾ പറഞ്ഞത്. പോസിറ്റീവായി നടന്നു എന്ന്. പോസിറ്റീവ് ചാർജ് ആണ്. ഇത് കണ്ടെത്തിയ വ്യക്തി, പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതുപോലെ തന്നെയാണ് പ്രോട്ടോണിന്റെ ഭാരം ചോദിച്ചാൽ 1.67 into 10⁻⁻27. സുഹൃത്തുക്കൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്തെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പ്രോട്ടോണിന്റെ ഭാരം എന്ന് പറയുന്നത് 1.67 into 10⁻⁻27 ആണ്. ഇനി ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ. ഇലക്ട്രിക് എന്ന് വെച്ചാൽ എന്താ നമ്മളോട് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഷോക്ക് കിട്ടി നെഗറ്റീവ് അടിച്ച്, അതായത് നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന്റേത്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോൺസ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺസ് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണിന്റെ ഭാരം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു? 109 into 10⁻⁻31 ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇവിടെ ഇലക്ട്രോൺ ആണ്. ഇതിലൊന്നും പെടാതെ ന്യൂട്രലായി നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ന്യൂട്രോണിനെയാണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ചാർജ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ന്യൂട്രലായിട്ട് നടന്നു എന്ന് വെച്ചാൽ ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ലാതെ നടന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ജെയിംസ് ചാഡ്വിക് ആണ്. അതിനോടൊപ്പം തന്നെ ന്യൂട്രോണിന്റെ ഭാരം എന്ന് പറയുന്നത് 1.674 into 10⁻⁻27 കിലോഗ്രാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മോളിനെ പറ്റി. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ
എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് ആണ് മോള്. എന്താ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിലെ അതിസൂക്ഷ്മമായ കണികകളുടെ എണ്ണത്തെ കുറിച്ച് പഠിക്കുന്ന യൂണിറ്റ് ആണ് മോള്. ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് AMU. മറക്കല്ലേ, ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് AMU എന്ന് പറയുന്നത്. ആറ്റത്തിന് പരമാണു സിദ്ധാന്തം കണ്ടെത്തിയ വ്യക്തി കണാദ മുൻ. ഇനി പ്രധാനമായും ഈ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ചോദ്യമാണ് ആറ്റത്തിന്റെ മോഡലുകളെ പറ്റി. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതും എക്സാം ഹാളിൽ വെച്ച് നന്നായിട്ട് തെറ്റിപ്പോകുന്നതുമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് ആദ്യമായി രൂപം നൽകിയത് JJ തോംസൺ ആയിരുന്നു. JJ തോംസൺ തന്റെ പരീക്ഷണങ്ങളിലൂടെയാണ് ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ വിന്യാസം, അല്ലെ, ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ JJ തോംസൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോഡലായിരുന്നു പ്ലം പുഡിംഗ് മോഡൽ. JJ തോംസൺ മുന്നോട്ട് വെച്ചത് എന്തായിരുന്നു? പ്ലം പുഡിംഗ് മോഡൽ. ഒരു പുഡിങ്ങിന്റെ മുകളിൽ എന്താണ് പ്ലം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് എങ്ങനെയോ അതുപോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിനുള്ളിൽ എന്താണ് ഇലക്ട്രോൺസുകൾ ഇരിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? JJ തോംസൺ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഇതേ മോഡലിനെ തന്നെ പല രീതിയിൽ PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് റൈസ് പുഡിംഗ് മോഡൽ എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർമെലൺ മോഡൽ എന്ന പേരിലും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന JJ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ തന്നെയാണ്. അതിലൊരു വ്യത്യാസവും ഇല്ല. ഇവ രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ആറ്റത്തിലെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. മറക്കരുത്, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക മുന്നോട്ട് വെച്ചത് ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതായത് ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കും, അതിന് ചുറ്റും എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ആര് പറഞ്ഞു? ഏണസ്റ്റ് റുദർഫോർഡ് എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോൾ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക എന്താണ് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതുപോലെ തന്നെയാണ് ബോർ മോഡൽ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് നീൽസ് ബോർ. ബോർ മോഡൽ മുന്നോട്ട് വെച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാല് നീൽസ് ബോർ. മിക്ക സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മേഖലയാണെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫ്രോഡായ സൂര്യന്റെ ചൂടിനാൽ തോമസിന്റെ പ്ലം നീര് വെച്ച് ബോറായി. ഇതങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഫ്രോഡായ സൂര്യന്റെ ചൂടിനാൽ തോമസിന്റെ പ്ലം നീര് വെച്ച് എന്ത് ചെയ്തു? ബോറായി. ഇത് നന്നായിട്ട് സുഹൃത്തുക്കൾ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മേഖലയിൽ നിന്ന് ഒരു മാർക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഫ്രോഡായ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഏണസ്റ്റ് റുദർഫോർഡിനെയാണ്. ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഏണസ്റ്റ് റുദർഫോർഡിനെയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നതാണ് സൗരയൂഥ മാതൃക. സൂര്യന്റെ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗരയൂഥ മാതൃക. സൂര്യന്റെ മാതൃക എന്ന് വെച്ച് കഴിഞ്ഞാല് സൗരയൂഥ മാതൃക. ഒരെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി തോമസിന്റെ എന്ന് പറഞ്ഞാൽ ആരാടെ? JJ തോംസൺ. തോമസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് JJ തോംസൺ. JJ തോംസൺ എന്താ കൊണ്ടുവന്നത്? പ്ലം പുഡിംഗ് മോഡൽ. അതാ പറഞ്ഞിരിക്കുന്നത് തോമസിന്റെ പ്ലം എന്ന്. അപ്പൊ തോമസിന്റെ പ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലം പുഡിംഗ് മോഡൽ. തോമസിന്റെ പ്ലം എന്ന് പറഞ്ഞാല് പ്ലം പുഡിംഗ് മോഡല്. നീരുവെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീൽസ് ബോർ. നീരുവെച്ച് എന്ന് പറഞ്ഞാൽ ആരാണത്? നീൽസ് ബോർ ആണ്. നീരുവെച്ച് എന്ത് ചെയ്തു? ബോറായി. ബോറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ബോർ മാതൃക. അപ്പോൾ ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അയിരുകളും സാന്ദ്രീകരണവും. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള മേഖലയാണ് അയിരുകളും സാന്ദ്രീകരണവും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ അയിരുകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാന്ദ്രീകരണം, അയിരുകളുടെ സാന്ദ്രീകരണം മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ നമുക്ക് നോക്കാം അയിരുകളും സാന്ദ്രീകരണവും. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. പഠിച്ചോളനെ, ഭൂവൽക്കത്തിലെ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണെങ്കിൽ അത് സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ മറ്റൊരു ലോഹവുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെമിക്കലുമായിട്ടോ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് കേട്ടോ. ഈ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അത്തരം ലോഹങ്ങള് മറ്റേതെങ്കിലുമൊക്കെ എന്റെ സംയുക്തങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണ് സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത്. സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലോഹങ്ങൾ ചോദിച്ചാൽ അത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിച്ചോളനെ. അല്ലെങ്കിൽ ക്രിയാശീലം ഏറ്റവും കുറഞ്ഞ ലോഹങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഭൂവൽക്കത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ എന്ന് ചോദിച്ചാൽ അത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് ധാതുക്കൾ എന്ന്. നമുക്ക് നോക്കാം എന്താ ധാതുക്കൾ എന്ന്.
ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ പൊതുവെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ പൊതുവെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഒരു ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ കാണപ്പെടുന്നു. ഒരു ലോഹം തന്നെ അടങ്ങിയ അനേകം ധാതുക്കളും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ധാതുക്കൾ എന്ന് ചോദിച്ചാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ, ലോഹവും മറ്റേതെങ്കിലും ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് കുഴഞ്ഞു കിടക്കും കേട്ടോ, അതിനെ പറയുന്ന പേരാണ് ധാതുക്കൾ എന്ന്. ഒരു ലോഹത്തിന് ഒന്നിൽ കൂടുതൽ എന്താണ് ധാതുക്കൾ കാണും, അതായത് അനേകം ധാതുക്കൾ ഒരു ലോഹത്തിന് തന്നെ കാണുമെന്നാണ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇരുമ്പിന്റെ കേസ് തന്നെ പറയാം, നമുക്ക് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ, പൈററ്റിക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് ധാതുക്കൾ ഉണ്ടല്ലേ. ഇവരെല്ലാം ആരുടേതാണ്? ഇരുമ്പിൻ്റെതാണ്. പക്ഷെ അവരുടെ സ്വഭാവവും ഘടനയൊക്കെ എന്ത് ചെയ്യും? മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ലോഹത്തിന് ഒരുപാട് ധാതുക്കൾ കാണപ്പെടും. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് വേണ്ട പ്രത്യേകതകളാണ് പഠിക്കേണ്ടത്. സുലഭമായിരിക്കണം അത്തരം ധാതുക്കള്. ആ ധാതുക്കള് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ സുലഭമായിരിക്കണം ഭൂമിയിൽ. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കുവാൻ കഴിയണം. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം ആ ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയണം. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ധാതുവിൽ. ചുമ്മാ പറ്റില്ല, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ധാതുവിൽ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് വേണ്ട പ്രത്യേകത സുലഭമായിരിക്കണം അത്തരം ധാതുക്കള്. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയണം അതിൽ നിന്നും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ധാതുക്കളിൽ നിന്നും. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ധാതുക്കളിൽ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് അയിരെന്ന്. എന്താ സുഹൃത്തുക്കളെ അയിരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാതുവിൽ നിന്നും എളുപ്പത്തിൽ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് അയിരെന്ന് ചോദിച്ചാല് ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ധാതുവിനെ ഏത് ലോഹമാണോ നമ്മൾ വേർതിരിച്ചെടുത്തത് ആ ലോഹത്തിന്റെ അയിര് എന്ന് നമുക്ക് വിളിക്കാം. ലോഹവും പ്രധാനപ്പെട്ട അയിരുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ 10ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്, പഠിക്കാതെ പോവരുത്. ഇതിൽ കിടക്കുന്ന ലോഹങ്ങളും അതിന്റെ അയിരുകളുമാണ് ഇത്രയും നാളായിട്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോഹങ്ങളും അതിന്റെ അയിരുകളും മാത്രമല്ല നമ്മൾ ഇനി പഠിക്കാനുള്ളത്, അതിന്റെ രാസസൂത്രം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇങ്ങനെ ആയിരിക്കും ഇനി PSCയുടെ ചോദ്യം വരുന്നത്. രാസസൂത്രമായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. +2 ലെവൽ ഓൾറെഡി പണ്ട് മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യത്തെ ലോഹത്തിലേക്ക് കടക്കാം, അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയിരാണ് അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം പഠിക്കുക. Al2O3 2H2O. ഈ 2H2O PSC കൊണ്ടിട്ട് കുരുക്കുന്നത് കേട്ടോ. Al2O3 2H2O ആണ് ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്, പഠിക്കുക. അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെത് 2 പ്രധാനപ്പെട്ട അയിരുകളുണ്ട്. ഒന്ന് ഹെമറ്റൈറ്റും ഒന്ന് മാഗ്നറ്റൈറ്റും. ഒന്ന് ഹെമറ്റൈറ്റും മറ്റൊന്ന് മാഗ്നറ്റൈറ്റും. എന്താണ് ഇവരുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് Fe2O3 ആണ്. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് ആണെങ്കിൽ അത് Fe2O3യും മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4ഉം ആണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോളണേ. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇതിൽ ഹെമറ്റൈറ്റ് Fe2O3 ആണ്. ഓക്സിജൻ 3 ആണ്. Fe2O3 ആണ് ഹെമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4 ആണ്. Fe3O4 ആണ്. ഹെമറ്റൈറ്റ് ആണെങ്കിൽ 5 എന്ന് ആലോചിക്കുക, മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ 7 എന്ന് നമ്മൾ ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ സുഹൃത്തുക്കളെ ഡൗട്ട് വരൂല. ഹെമറ്റൈറ്റിലെ താഴെയുള്ള ഇരുമ്പിന്റെ ഓക്സിജന്റെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 5 കിട്ടണം. മാഗ്നറ്റൈറ്റിലാണെങ്കിൽ എത്രയാണ്? ഇരുമ്പിന്റെയും ഓക്സിജന്റെ എണ്ണം കൂട്ടി എത്ര കിട്ടണം? 7 കിട്ടണം. ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി കോഡ് രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയല്ല സുഹൃത്തുക്കൾ പഠിക്കുക. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ചോദിച്ചാൽ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്. മാഗ്നറ്റൈറ്റ് എന്ന് വെച്ചാൽ Fe3O4 ആണ്. പഠിക്കുക. കോപ്പർ അഥവാ നമ്മുടെ ചെമ്പിന്റെ അയിരുകളാണ് കോപ്പർ പൈററ്റിസ്. കോപ്പർ പൈററ്റിസ് ഓപ്ഷനകത്ത് പേരിൽ തന്നെ കോപ്പർ ഉള്ളതുകൊണ്ട് PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ കുപ്രൈറ്റ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് ഏതാ സുഹൃത്തുക്കളെ? കുപ്രൈറ്റ് ആണ്. മറ്റേ ചോദിക്കാത്തതിന്റെ കാര്യം എന്താണ്? ഓപ്ഷനിൽ തന്നെ പേര് തന്നെ കോപ്പർ പൈററ്റിസ് എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇതിൽ കോപ്പർ പൈററ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CuFeS2 ആണ്. CuFeS2 ആണ്. അതായത് ഇരുമ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്താണ് കിടക്കുന്ന കേട്ടോ. കോപ്പറും ഇരുമ്പും സൾഫറും കൂടെ ചേർന്ന രൂപമാണ് കോപ്പർ പൈററ്റിസ് എന്ന് പറയുന്നത്. CuFeS2 ആണ്. എന്നാൽ കുപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് Cu2O ആണ്. അഥവാ
കുപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് Cu2O ആണ്. Cu2O ആണ്. അപ്പൊ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് PSC എപ്പോഴും എന്താണ് കുപ്രൈറ്റ് തന്നെ കോപ്പറിന്റെ പ്രധാനപ്പെട്ട അയിരായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതും ഒരു കാരണമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര എന്ന് ചോദിച്ചാൽ അത് കോപ്പർ പൈററ്റിസും അതുപോലെ കുപ്രൈറ്റുമാണ്. കോപ്പർ പൈററ്റിസ് ഒരു കാരണവശാലും PSC ചോദിക്കില്ല. ചോദിക്കുന്നെങ്കിൽ രാസസൂത്രം മാത്രമേ ചോദിക്കുകയുള്ളൂ. കോപ്പർ പൈററ്റിസിന്റെ രാസസൂത്രം എന്താണ്? CuFeS2 ആണ്. അതായത് കോപ്പറും ഇരുമ്പും അതിനോടൊപ്പം തന്നെ സൾഫറും ചേർന്ന ഒരു രൂപാന്തരമായിട്ടാണ് കോപ്പർ പൈററ്റിസ് കാണപ്പെടുന്നത്. ഇനി കുപ്രൈറ്റ് ആണ് കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിങ്ക്. ഏതാണ്? സിങ്ക്. സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും അതുപോലെ തന്നെ കലാമിനും. സിങ്ക് ബ്ലെൻഡും അതുപോലെ കലാമിനും. സിങ്ക് ബ്ലെൻഡിനകത്ത് തന്നെ സിങ്ക് ഉള്ളതുകൊണ്ട് PSC അധികം ചോദിച്ചിട്ടില്ല. പക്ഷേ കലാമിൻ പക്ക PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോ ലോഹം ഏതെന്ന് ചോദിച്ചാൽ സിങ്ക്. സിങ്കിന്റെ അയിര ഏതാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. ഇനി സിങ്ക് ബ്ലെൻഡിന്റെ രാസസൂത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ZnS ആണ്. അല്ലെങ്കിൽ സിങ്കും സൾഫറും ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. സിങ്കും സൾഫറും കൂടെ ചേർന്നിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്? സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. ഇനി കലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ZnCO3 അഥവാ സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. ZnCO3 ആണ് ആരെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത്രയും ലോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട അയിരുകളും അതിന്റെ രാസസൂത്രവും പഠിച്ചതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ഒരു ലോകവും അതിന്റെ അയിരും പഠിക്കാവൂ. ഇത്രയും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അയിരുകളുടെ സാന്ദ്രണം. നമുക്ക് നോക്കാം അയിരുകളുടെ സാന്ദ്രണം എന്താണെന്ന്. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയിരിന്റെ സാന്ദ്രണം എന്തെന്ന് ചോദിച്ചാൽ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട അയിരിന്റെ സാന്ദ്രണ രീതികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ആദ്യം ചെയ്യുന്നത് എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറഞ്ഞതും അയിരിന്റെ സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റാൻ കഴിയുന്നു. ഒന്നുകൂടി പറയാം, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കണ്ടോ സുഹൃത്തുക്കളെ? അപദ്രവ്യങ്ങളുടെ സാന്ദ്രത വളരെ കുറവായിരിക്കും. ആരെക്കാളും സാന്ദ്രത കുറവായിരിക്കും സുഹൃത്തുക്കളെ? നമ്മുടെ അയിരിനെക്കാളും സാന്ദ്രത കുറവായിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പൊടിച്ച അയിരിനെ വലിയൊരു ടാങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിയിൽ നിന്ന് എന്ത് ചെയ്യും? ജലം ശക്തമായിട്ട് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ചീറ്റും. ഈ സമയത്ത് എന്താണ്? സാന്ദ്രത കുറവുള്ള അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യും? ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയും അതൊരു വശത്തൂടി നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം സാന്ദ്രത കൂടിയ ആരാണ്? അയിരെന്ന് പറയുന്നത് ജലത്തിന്റെ അടിഭാഗത്ത് വന്ന് കിടക്കുകയും ഇതിന് നമ്മൾ മറ്റൊരു പൈപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല, സാന്ദ്രത അയിരിനെക്കാളും കുറഞ്ഞിട്ടുള്ള അപദ്രവ്യങ്ങളാണെങ്കിൽ വെള്ളം കോരി ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ അപദ്രവ്യങ്ങൾ പൊങ്ങിക്കിടക്കും. ആ ദ്രവ്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ അപദ്രവ്യങ്ങൾ നമ്മളങ്ങ് കോരിക്കളയുകയും ചെയ്യും. അതോടുകൂടി ഏറ്റവും അടിത്തട്ടിൽ നല്ല വൃത്തിയുള്ള എന്താണ് നമ്മുടെ അയിരിന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പഠിക്കുക. ഇത് പ്രധാനമായും ചെയ്യുന്നത് ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രീകരണവും അതുപോലെ തന്നെ സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രീകരണവുമാണ്. സ്വർണം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ യൂട്യൂബിൽ കണ്ടു കാണും. അപ്പോൾ ഒരു പ്രത്യേകതരം പാത്രത്തിനകത്ത് ഈ സ്വർണം അടങ്ങിയ മണൽ അവർ നിക്ഷേപിച്ചതിന് ശേഷം ഇങ്ങനെ കറക്കി 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 സ്വർണത്തിന് സാന്ദ്രത കൂടിയുണ്ട് എപ്പോഴും സ്വർണ്ണം അടിയിലായിരിക്കും. പക്ഷെ ചെളിയും അല്ലെങ്കിൽ അതിനകത്തുള്ള മണലും ഒക്കെ എന്താണ്? എപ്പോഴും സാന്ദ്രത സ്വർണത്തെ അപേക്ഷിച്ച് കുറവായോണ്ട് നമ്മളിങ്ങനെ കറക്കി കഴിയുമ്പോൾ ആ വെള്ളത്തിനോടൊപ്പം എന്ത് ചെയ്യും? പുറത്തു പോവുകയും ചെയ്യും. അവസാനം സ്വർണത്തിന്റെ തരി മാത്രം അവശേഷിക്കുകയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണവും അതുപോലെ സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രണവും ചെയ്യുന്നത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. പഠിക്കുക. രണ്ടാമത്തതാണ് പ്ലവന പ്രക്രിയ. എന്താണ് പ്ലവന പ്രക്രിയ എന്ന് നോക്കാം. അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് അയിരിനെ സാന്ദ്രീകരിക്കാൻ കഴിയുന്നു. എന്താ പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞത് അപദ്രവ്യത്തിന് സാന്ദ്രത കുറവാണെന്നാണ്. ഇവിടെ നേരെ തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ്. അപദ്രവ്യത്തിന് എന്ത് ചെയ്യുന്നു? സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് അയിരിനെ സാന്ദ്രീകരിക്കാൻ കഴിയുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സൾഫൈഡ് അയിരിനാണ് ഈ മാർഗം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് അയിരിനാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, അയിരും
കുറച്ച് പൈൻ ഓയിലും അതുപോലെ ജലവും കൂടെ മിക്സ് ചെയ്യുന്നെന്ന് കരുതുക. അയിരും പൈൻ ഓയിലും ജലവും കൂടെ മിക്സ് ചെയ്യുന്നുണ്ടോ, ഇതൊരു മിക്സറാണ്. ഇവിടെ ഒരു കറങ്ങുന്ന പാഡിലുണ്ട്, അല്ലെങ്കിൽ ആ കറങ്ങാൻ സഹായിക്കുന്ന ഒരു പാഡിലുണ്ട്. അതുപോലെ താഴെ ഒരു സ്റ്റിറർ ഉണ്ട്. സ്റ്റിറർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു. അപ്പൊ ഈ സ്റ്റിറർ വെച്ച് ഇങ്ങനെ കലക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൈൻ ഓയിലിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ പൈൻ ഓയിൽ ജലത്തിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, കലങ്ങിയിട്ട് പൊങ്ങി വരികയും അവിടെ എന്ത് ചെയ്യും, പത രൂപപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അയിരിനകത്ത് ആരുണ്ട് സുഹൃത്തുക്കളെ, അപദ്രവ്യം ഉണ്ടല്ലോ. ഈ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായോണ്ട് ഈ അപദ്രവ്യം നേരെ എവിടെ പോകും, ഈ ടാങ്കിന്റെ ഈ സ്റ്റിററിന്റെ അടുത്തായിട്ട് പോയി എന്ത് ചെയ്യും, കിടക്കും. സ്റ്റിററിന്റെ അടുത്തായിട്ട് പോയി കിടക്കും. എന്നാൽ സാന്ദ്രത കുറഞ്ഞ നമ്മുടെ അയിരുണ്ടല്ലോ, അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പൈൻ ഓയിലിന്റെ പതയിലുടങ്ങി മേളിലോട്ട് പൊങ്ങി വരും കേട്ടോ. ഈ പത നമ്മൾ എടുത്ത് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള അയിര് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനെയാണ് പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു പാത്രത്തിനകത്ത് നമ്മൾ കുറച്ച് പൈൻ ഓയിലും ജലവും അതിനോടൊപ്പം നമുക്ക് എന്താണോ പ്ലവന പ്രക്രിയ ചെയ്യാനുള്ളത് അതിനുള്ള അയിരും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ കലക്കുവാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് അതെന്ത് ചെയ്യും, ജലത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും. സാന്ദ്രത കുറഞ്ഞിട്ടുള്ള നമ്മുടെ അയിര് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പൈൻ ഓയിലുമായിട്ട് ജലം മിക്സ് ചെയ്യുന്ന സമയത്ത് പതയുണ്ടാവുകയും ഈ പതയോടൊപ്പം എന്ത് ചെയ്യും, മുകളിൽ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കുകയും ചെയ്യും. അപ്പൊ ഈ പതയെ നമ്മൾ ശേഖരിച്ചിട്ട് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് ശുദ്ധീകരിച്ച അയിര് ലഭിക്കുകയും ചെയ്യും. ഈ പ്രക്രിയ പ്രധാനമായിട്ടും ചെയ്യുന്നത് സൾഫൈഡ് അയിരുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ചെയ്യുന്നത് ആർക്കാണ്, സൾഫൈഡ് അയിരുകൾക്കാണ്. പ്ലവന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് ചോദിച്ചാൽ പൈൻ ഓയിൽ. പഠിച്ചു വെച്ചേക്കുക, ഏതാണ് പൈൻ ഓയിൽ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതാണ് കാന്തിക വിഭജനം. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളേ. കാന്തിക വിഭജനം. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ട് എങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. എന്താണ്, അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് എന്ത് വേണം, കാന്തിക സ്വഭാവം വേണം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത്. കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, കാന്തമുള്ള ഒരു റോളർ അല്ലെങ്കിൽ കാന്തികമായിട്ടുള്ള ഒരു റോളറാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ആ റോളറിനെ മറ്റൊരു റോളർ വഴി ബെൽറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, കറക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ചിത്രത്തിലേക്ക് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ റോളർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോളർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒരറ്റത്ത് നിന്ന് അയിരിനെ എന്ത് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. ഈ അയിരിനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ അയിര ബെൽറ്റ് കൂടെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരും അല്ലെ. ഉരുണ്ടുരുണ്ട് വന്ന് ഈ കാന്തിക സ്വഭാവമുള്ള റോളറിന്റെ അടുത്ത് എത്തുമ്പോൾ കാന്തിക സ്വഭാവമുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും, ഈ റോളർ എന്ത് ചെയ്യും, അങ്ങ് വലിച്ചെടുക്കും അല്ലെ, വലിച്ചു പിടിക്കും അല്ലെ. കാന്തിക സ്വഭാവമുള്ള വസ്തുക്കളെ ഈ റോളർ എന്ത് ചെയ്യും, വലിച്ചു പിടിക്കുകയും കാന്തിക സ്വഭാവം ഇല്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യും, പുറന്തള്ളുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും കാന്തികത ഉള്ള വസ്തുക്കൾ ഈ റോളറിന്റെ അടുത്ത് ശേഖരിക്കുകയും കാന്തിക സ്വഭാവം ഇല്ലാത്ത ഈ പറഞ്ഞിരിക്കുന്ന അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യും, ഈ റോളറിൽ നിന്ന് അല്പം ദൂരെയായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തെറിച്ച് അവിടെയായിരിക്കും ശേഖരിക്കപ്പെടുന്നത്. അതോട് കൂടിയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാന്തിക സ്വഭാവമുള്ള അയിരിനെയോ ഇല്ലെങ്കിൽ ഇനി കാന്തിക സ്വഭാവമുള്ള അപദ്രവ്യത്തിനെയോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വേർതിരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ പഠിക്കുക. കാന്തിക വിഭജനത്തിന്റെ പ്രധാന ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാല് ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റിൽ നിന്നും അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്നത് കാന്തിക വിഭജനത്തിലൂടെയാണ്. പഠിച്ചോളെ, ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റിൽ നിന്നും അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്നത് കാന്തിക വിഭജനം വഴിയാണ്. ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്നും, ടിൻ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ SnO2 ആണ് കേട്ടോ. ടിൻ സ്റ്റോണിൽ നിന്നും അപദ്രവ്യമായ അയൺ ടങ്സ്റ്റനെ വേർതിരിക്കുന്ന രീതി കാന്തിക വിഭജനമാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ അയൺ ടങ്സ്റ്റൻ എന്ന് പറയുന്നത് ഒരു അപദ്രവ്യമാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ, ടിന്നിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് വേണ്ടത് ആരാണ്, ടിൻ സ്റ്റോണിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ പൊടിച്ച ടിൻ സ്റ്റോണിനെ എന്ത് ചെയ്യും, ഈ മെഷീനിലൂടെ അല്ലെങ്കിൽ ഈ റോളറിലൂടെ കടത്തിവിടും. സ്വാഭാവികമായിട്ടും ഇരുമ്പെന്ന് പറയുന്നത് കാന്തികതയുള്ള ഒരു ലോഹമാണ്. അതുകൊണ്ട് തന്നെ ഈ അയൺ അടങ്ങിയിട്ടുള്ള ടങ്സ്റ്റൻ എന്ത് ചെയ്യും, നേരെ ഈ റോളറിന്റെ അടുത്ത് വീഴുകയും ആ പ്യുവർ ആയിട്ടുള്ള നമ്മുടെ ടിൻ സ്റ്റോൺ എന്ത് ചെയ്യും, കുറച്ച് അപ്പുറത്തായിട്ട് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. പഠിക്കുക. അടുത്തതാണ് ലീച്ചിങ്. എന്താ സുഹൃത്തുക്കളെ ലീച്ചിങ്? കുഞ്ഞു ക്ലാസ് പോലെ നമ്മൾ പഠിക്കുന്നതാണ് ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, അനുയോജ്യമായ ലായനിയിലെ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്നും രാസപ്രവർത്തന പ്രക്രിയയിലൂടെ ശുദ്ധമായ അയിരിനെ വീണ്ടും വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ലീച്ചിങ്. അപ്പോൾ എന്താ ലീച്ചിങ് എന്ന് ചോദിച്ചാല്, അനുയോജ്യമായ ഒരു ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ
രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എന്ത് ചെയ്യും? അയിര് ലയിക്കുന്നു. എന്നാൽ അവിടെ അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ ലയിക്കുവോ? അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ ലയിക്കില്ല. ഇങ്ങനെ അരിച്ചു കിട്ടിയ ലായനി അല്ലെങ്കിൽ ഈ അപദ്രവ്യങ്ങൾ നമ്മൾ അരിച്ചു മാറ്റി കിട്ടുന്ന ലായനിയില് പിന്നെയും രാസപ്രവർത്തന പ്രക്രിയയിലൂടെ കടത്തിവിടുകയും ശുദ്ധമായ അരിനെ നമ്മൾ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാല് അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബോക്സൈറ്റിന്റെ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ സാന്ദ്രണ രീതി എന്ന് ചോദിച്ചാല് ലീച്ചിങ് ആണ് പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.